താലൂക്ക് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ കിട്ടാതെ KSEB താൽക്കാലിക ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ ഇന്നും പ്രതിഷേധം തുടരും. അമ്പൂരി സ്വദേശിയായ ആദിവാസി യുവാവ് സന്തോഷ് ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. മതിയായ ചികിത്സ ലഭിക്കാതെയാണ് മരണം എന്നതാണ് പരാതി. എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, പാറശാല താലൂക്ക് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ കിട്ടാതെയാണ് ഈ ജീവനക്കാരൻ KSEB താൽക്കാലിക ജീവനക്കാരൻ മരിച്ച എന്ന ആ ഒരു ആരോപണം ഉയരുന്നുണ്ട്. അതോടൊപ്പം വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ആ പ്രതിഷേധം ഇന്നും തുടരാനാണോ സാധ്യത? എന്താണ് ഇത് സംബന്ധിച്ചുള്ള അധികൃതരുടെ വിശദീകരണം? പ്രവിത, ഹാഷ്മി, എന്തായാലും പ്രതിഷേധം ഇന്നും തുടരാൻ തന്നെയാണ് സാധ്യത. കാരണം പ്രതിഷേധക്കാരുമായി അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. കാരണം ഇയാളുടെ KSEBയിലെ താൽക്കാലിക ജീവനക്കാരനായ സന്തോഷിൻ്റെ സഹപ്രവർത്തകരാണ് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ കുഴഞ്ഞു വീണ ശേഷം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും, താലൂക്ക് ആശുപത്രി അതായത് പാറശാല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കൃത്യമായ ഒരു ചികിത്സ ലഭിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഇവരുടെ ആരോപണം. പക്ഷേ ചികിത്സ കൃത്യമായി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചിരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത്. ഇനി ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതെല്ലാം ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും നമുക്ക് ഇതിലൊരു കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിയുള്ളൂ. എന്തായാലും പ്രദേശവാസികളും അതുപോലെ തന്നെ ഈ താൽക്കാലിക ജീവനക്കാർ അതായത് KSEBയുടെ താൽക്കാലിക ജീവനക്കാരും പ്രതിഷേധം തുടരുകയാണ്. ഇന്നലെ രാത്രിയിലും വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായി. നെയ്യാറ്റിൻകര DYSP സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം ഇന്നലെ രാത്രി തന്നെ സ്ഥലത്തെത്തിയിരുന്നു. ഇവരുമായി നെയ്യാറ്റിൻകര DYSP ഈ സമരക്കാരുമായി സംസാരിച്ചെങ്കിലും അവർ ഒത്തുതീർപ്പിന് തയ്യാറായില്ല. കാരണം അതായത് മൃതദേഹം ഏറ്റുവാങ്ങണം. ഇപ്പോൾ മോർച്ചറിയിലാണ് സന്തോഷിൻ്റെ മൃതദേഹമുള്ളത്. മൃതദേഹം ഏറ്റുവാങ്ങണമെങ്കിൽ കൃത്യമായി തന്നെ ആശുപത്രി അധികൃതർ കൃത്യമായ ഒരു മറുപടി പറയണം എന്നാണ് പറയുന്നത്. അതായത് ഇന്നലെ സൂപ്രണ്ട് സ്ഥലത്തെത്താൻ കഴിഞ്ഞിട്ടില്ല. സൂപ്രണ്ട് ഇന്നലെ വൈകിയും സ്ഥലത്തെത്തിയില്ല എന്നുള്ളത് അത് പ്രതിഷേധം രൂക്ഷമാകാൻ കാരണമായി. കാരണം ഈ സൂപ്രണ്ടിനെ ഫോണിൽ വിളിച്ചെങ്കിൽ പോലും ഉടനെ എത്താൻ കഴിയില്ല എന്നുള്ളൊരു മറുപടിയാണ് ലഭിച്ചത്. മറ്റുള്ള ഡോക്ടർമാരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് സൂപ്രണ്ട് എത്തിയ ശേഷം അവരുമായി ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും മൃതദേഹം ഏറ്റുവാങ്ങുക എന്നാണ് ഇയാളുടെ സന്തോഷിൻ്റെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ ബന്ധുക്കളും ഉൾപ്പെടെ പറയുന്നത്. അമ്പൂരിയിലെ ആദിവാസി ഉന്നതിയിലാണ് സന്തോഷിൻ്റെ നാട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊന്നും കാര്യമായ ആളുകൾ വന്നിട്ടില്ല. ഭാര്യയും കുഞ്ഞും മാത്രമാണ് ഇയാൾക്കുള്ളത്. അവർ മാത്രമാണ് ഇന്നലെ വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം സുഹൃത്തുക്കളും ഇവിടെയുള്ള പ്രദേശവാസികളും തന്നെയാണ് അവർക്കൊപ്പം നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്തായാലും മരണത്തിൽ ഈ കുഴഞ്ഞു വീണതിന് ശേഷം ആശുപത്രിയിൽ എത്തിയപ്പോൾ മതിയായ ചികിത്സ ലഭിച്ചില്ല, ഇതാണ് മരണകാരണം എന്ന് തന്നെയാണ് ഈ സുഹൃത്തുക്കൾ ആരോപിക്കുന്നത്. ഹാഷ്മി, പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.